പോളിംഗ് ഓഫീസർമാരുടെയും ബൂത്ത് വിവരവും അടങ്ങുന്ന ലിസ്റ്റ് പുറത്തുപോയ സംഭവത്തിൽ നടപടി അങ്ങ് പത്തനംതിട്ടയിൽ വരികയാണ്. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദുകൃഷ്ണനെ അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആന്റണി MP പരാതിക്ക് പിന്നാലെയാണ് ഈ നടപടി വരുന്നത്. തോമസ് ഐസക്കിനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമെന്ന് LDF ആരോപിച്ചു. ഇത് ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്നും അത് കുറ്റകൃത്യമാണെന്നും അതിന് നടപടി എടുക്കേണ്ടതാണെന്നും ഉള്ളൊരു ബോധ്യം ഇവിടെ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക്. ഇത് ഒരാൾ മാത്രമായിട്ട് ചെയ്ത കാര്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതേ സംബന്ധിച്ച് പ്രൈമറി ആയിട്ട് ഇതിനെ ചുമതലപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥനെ മാത്രമാണ് നടപടി എടുക്കുന്നത്. ഇതേ സംബന്ധമായി വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും പേരിൽ നടപടി എടുക്കുമെന്ന് ഞങ്ങളുടെ അടുത്ത് ഉറപ്പ് വന്നിട്ടുണ്ട്. രാജു എബ്രഹാമിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ മാത്രം സസ്പെൻഡ് ചെയ്ത നടപടിക്ക് എതിരായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ഡിമാൻഡ് ജില്ലാ കളക്ടറെ മുന്നിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അരമണിക്കൂറോളം ഞങ്ങളവിടെ സത്യാഗ്രഹം നടത്തിയത്. ഇപ്പോൾ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ഇതുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും സസ്പെൻഡ് ചെയ്യാം എന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി. അഭിലാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഓരോ നടപടിക്രമങ്ങളും വളരെ സുതാര്യതയോടുകൂടി സംശയരഹിതമായി തന്നെ നടക്കണം. ഇവിടെ ഇപ്പോൾ ഒരു ബൂത്തിലെ വിവരങ്ങളൊക്കെ ചോരുക എന്ന് പറയുമ്പോൾ അതീവ ഗൗരവത്തോടു കൂടി ഇത് കാണേണ്ടതാണ്. അങ്ങനെ കമ്മീഷൻ കാണുകയും എന്തൊക്കെ നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്? പ്രതീക്ഷ, ഒരു ബൂത്തിലെ വിവരങ്ങൾ മാത്രമല്ല, കോന്നി നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന 255 ബൂത്തുകളിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പേരുടെയും വിവരങ്ങളാണ് ചോർന്നത്. സാധാരണഗതിയിൽ ഇത്തരം വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ ദിവസം രാവിലെ മാത്രമാണ്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ വ്യാപകമായി വാട്സപ്പ് മുഖേന ഈ ലിസ്റ്റ് പ്രചരിച്ചിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ആന്റണി MP മാധ്യമങ്ങളിലൂടെ ഈ വിവരം പങ്കുവെക്കുകയും തുടർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും കഴിഞ്ഞ ദിവസം ആരോപിച്ച വിഷയങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് LDF വലിയ തോതിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് ആന്റണി പുതിയ ആരോപണത്തിലൂടെ ലക്ഷ്യം വെച്ചത്. എന്തായാലും ആരോപണത്തിൻ്റെ ഒരു ഭാഗം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ലിസ്റ്റ് ചോർന്നു പോയിരിക്കുന്നു എന്ന് ജില്ലാ കളക്ടർ സമ്മതിച്ചു. അത് ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞതായും ഈ ലിസ്റ്റ് ചോരുന്നു എന്നത് കണക്കിലെടുത്ത് കോന്നി അടക്കം ജില്ലയിലെ മറ്റ് 5 നിയോജക മണ്ഡലം പരിധിയിൽ വരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾ രാത്രി തന്നെ പുനർക്രമീകരിച്ചതായി അദ്ദേഹം വിശദീകരിച്ചു. ഒരു താലൂക്ക് ഓഫീസിലെ കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലാർക്കായി ജോലി ചെയ്യുന്ന യദുകൃഷ്ണൻ എന്നുള്ള ആളുടെ പക്കൽ നിന്നാണ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ലിസ്റ്റ് ചോർന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് LDF നേതൃത്വവും പരാതിയുമായി രംഗത്തേക്ക് വന്നത്. ജില്ലാ കളക്ടറെ അവർ നേരിൽ കണ്ടു. ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ അവർക്കെതിരെ എല്ലാ നടപടി വേണമെന്ന് LDF രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി ഇടത് നേതാക്കൾക്കെതിരെ നിരന്തരം UDF നേതാക്കൾ പരാതി നൽകുന്നതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ കള്ളവോട്ടിന് ശ്രമം നടത്തുന്നു എന്നുള്ള വലിയ തോതിലുള്ള ആക്ഷേപം ചൊരിയുന്നുണ്ട്. ഇത് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്നവർ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. മറ്റൊന്നുകൂടിയുണ്ട്. ഇന്ന് രാവിലെ ഈ ലിസ്റ്റ് ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആന്റണിയും UDF പ്രവർത്തകരും ജില്ലാ കളക്ടറുടെ ചേംബറിന് പുറത്ത് കൂട്ടമായി ഇരുന്ന് പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത് ജില്ലയിൽ നിലനിൽക്കുന്ന 144 അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. അതിനാൽ തന്നെ ആന്റണിക്കെതിരെ നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ കോന്നി MLA ജനീഷ് കുമാർ കള്ളവോട്ട് ഏത് തരത്തിൽ ചെയ്യണമെന്നുള്ള. ശരി അഭിലാൽ, അങ്ങനെ പത്തനംതിട്ടയിൽ തീവാറുന്ന പോരാട്ടത്തിന് ഇടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം കൂടി വരുന്നത്.